ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ, ഏറ്റവും മികച്ച മെക്കാനിക്കൽ എഞ്ചിനീയർ, നമുക്കറിയാവുന്ന ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞൻ എന്ന് കരുതപ്പെടുന്ന ഐൻസ്റ്റീൻ പോലും തന്നെക്കാൾ ബുദ്ധിമാനാണ് സമ്മതിച്ച 20-ാം നൂറ്റാണ്ടിനെ കണ്ടുപിടിച്ച മനുഷ്യനെന്ന് ലോകം വാഴ്ത്തിയ നിക്കോള ടെസ്ല. സത്യത്തിൽ ആധുനിക ലോകത്തിന്റെ പിതാവ് തന്നെയാണ് ഇദ്ദേഹമെന്ന് ഉറച്ചു പറയാം. 1856 ജൂലൈ 10 ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലെ സ്മിൽജൻ എന്ന ഗ്രാമത്തിൽ പുരോഹിതനായ മിലുട്ടിൻ ടെസ്ലയുടെയും സാധാരണ ഒരു വീട്ടമ്മയായ ഡൂക്ക മാൻഡിക്കിന്റെയും 5 മക്കളിൽ 4-മനായാണ് നിക്കോള ടെസ്ല ജനിക്കുന്നത്. ടെസ്ലയുടെ പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം നടക്കുന്നത് സ്മിൽജൻ എന്ന ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു പ്രൈമറി സ്കൂളിലായിരുന്നു. ഇവിടെ നിന്നും ജർമ്മനും കണക്കും മതപരമായ പലതും അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് കാര്യമായ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും വളരെ നല്ല ഓർമ്മശക്തി, കരകൗശല വിദ്യയിൽ നല്ല താല്പര്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇതേ കഴിവ് തന്നെയാണ് ടെസ്ലയ്ക്കും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കണക്കുകൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ ഇദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ കഴിഞ്ഞിരുന്നു. പലപ്പോഴും ടീച്ചർമാർ കരുതിയിരുന്നത് കോപ്പിയടിച്ചു മറ്റുമാണ് പരീക്ഷയിൽ ഉന്നത മാർക്ക് ടെസ്ല വാങ്ങിച്ചിരുന്നത് എന്നായിരുന്നു. ശേഷം ഹൈസ്കൂൾ പഠനത്തിനായി കർലോവാക്കിലെ ഹയർ റിയൽ ജിംനേഷ്യം എന്ന സ്കൂളിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ്. ഇവിടുത്തെ പ്രൊഫസറിന്റെ അധ്യാപന മികവ് കൊണ്ട് ഫിസിക്സിനോട് എന്തെന്നില്ലാത്ത ഒരു കൗതുകം ടെസ്ലയ്ക്ക് വന്നു ചേരുകയും ചെയ്തു. ഈ സമയത്ത് ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി എന്ന പേര് പോലും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ടീച്ചർമാർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വേഗത്തിലായിരുന്നു ടെസ്ല തന്റെ മനസ്സിൽ കണക്കുകൾ ചെയ്തിരുന്നത്. അത്രയും നല്ലൊരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാവണം 4 വർഷത്തെ കോഴ്സ് അദ്ദേഹം വെറും 3 വർഷം കൊണ്ട് ചെയ്തു തീർത്തു. അങ്ങനെ 1873 അദ്ദേഹം പഠനം പൂർത്തിയാക്കി തന്റെ നാടായ സ്മിൽജനിലേക്ക് മടങ്ങി. അവിടെ വെച്ച് ഭയാനകമായ തരത്തിൽ അദ്ദേഹത്തിന് കോളറ ബാധിക്കുകയാണ്. പലപ്പോഴും മരണത്തെ മുഖാമുഖം കാണുന്ന തരത്തിൽ വരെ അസുഖം വഷളായിരുന്നു. എന്നാൽ അത്ഭുതകരമായ രീതിയിൽ നീണ്ട 9 മാസത്തോളം തുടർന്ന രോഗാവസ്ഥയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. ടെസ്ല പലപ്പോഴും തന്റെ പിതാവിനോട് തനിക്കൊരു എഞ്ചിനീയർ ആവാനാണ് താല്പര്യമെന്ന് പറയുമായിരുന്നു. എന്നാൽ പിതാവിനാകട്ടെ ടെസ്ലയെ ഒരു വൈദികനാക്കണം എന്നുമായിരുന്നു ആഗ്രഹം. എന്നാൽ കോളറ ബാധിച്ച സമയത്ത് ദൈവത്തോട് തന്റെ മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം കേണപേക്ഷിക്കുകയും രോഗം മാറിയാൽ ടെസ്ലയ്ക്ക് ഇഷ്ടമുള്ള എന്തും പഠിപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുക്കുകയും ചെയ്തു. ഇത് പ്രകാരം 1875 ഗ്രാസിലെ ഇംപീരിയൽ റോയൽ ടെക്നിക്കൽ കോളേജിൽ ഫിസിക്സിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലും കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉപരിപഠനം ആരംഭിച്ചു. തന്നാൽ കഴിയുന്നതിലും പരമാവധി അദ്ദേഹം പരിശ്രമിക്കുകയും ഏറ്റവും നല്ല മാർക്ക് തന്നെ വാങ്ങിയെടുക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ പിതാവിന് തങ്ങളുടെ വിദ്യാലയത്തിലെ 1-ാം റാങ്കുകാരനാണ് ടെസ്ല എന്ന പ്രശംസാ കത്തും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നും അയച്ചു കൊടുത്തു. ഇത് താൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് വഹിച്ചത്. മുന്നത്തെ വിദ്യാലയത്തെ പോലെ തന്നെ ഇവിടത്തെയും ഇലക്ട്രിക്കൽ പ്രൊഫസർ ടെസ്ലയെ വളരെയധികം സ്വാധീനിച്ചു. പലപ്പോഴും ടെസ്ലയുടെ ഐഡിയ കൂടി പല മെഷീനുകളുടെയും ഡിസൈൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൊഫസർമാർ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുമൊക്കെ കഴിവ് തെളിയിച്ചിട്ടും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അവിടെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിതാവിന്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാൽ വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും അതല്ല ടെസ്ലയുടെ കണക്കിലെ കഴിവുകൾ വെച്ച് ചൂതാട്ടത്തിന് ഉപയോഗിച്ച് സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്തി വെച്ചതാണെന്നും ഇതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായതെന്നും ചിലർ പറയുന്നു. എന്നിരുന്നാലും പഠനം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ അതിനുള്ള ചിലവ് വഹിക്കാൻ അദ്ദേഹത്തിനോ കുടുംബത്തിനോ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ദൈനംദിന കാര്യങ്ങൾക്കായി ഒരു ഡ്രാഫ്റ്റ്മാനായി അദ്ദേഹം പിന്നീട് ജോലി ചെയ്തു വരികയും ചെയ്തു. ശേഷം തന്റെ പഴയ സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും വീട്ടുകാർ അദ്ദേഹത്തെ തന്റെ നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും മറ്റൊരു സ്ഥലത്ത് ഉപരിപഠനത്തിന് അയക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ വീട്ടുകാരുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ശേഷം 1880 ടെസ്ലയുടെ 2 മാമന്മാർ എങ്ങനെയോ കുറച്ച് പൈസ ശേഖരിച്ച് പ്രാഗിലെ ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ നേടിക്കൊടുത്തു. എന്നാൽ പ്രാഥമികമായി അറിയേണ്ടിയിരുന്ന ചെക്കും ഗ്രീസും അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് തന്നെ നിരവധി ബുദ്ധിമുട്ടുകൾ അവിടെ അദ്ദേഹത്തിനുണ്ടായി. ഇതിനു പുറമെ സാമ്പത്തികമായ ഞെരുക്കവും അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി വിടാൻ പ്രേരിതനാക്കി. അതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ഡിഗ്രിയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നീട് സ്വന്തമായാണ് അദ്ദേഹം എല്ലാം പഠിച്ചെടുത്തത്. ശേഷം 1881 അദ്ദേഹം ഹംഗറിയിലെ ബുദാപെസ്റ്റിലേക്ക് മാറുകയും അവിടുത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഒരു ഡ്രാഫ്റ്റ്മാനായി കുറച്ചുകാലം ജോലി എടുക്കുകയും ചെയ്തു. ആ സമയത്താണ് ആദ്യമായി ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നൊരാശയം തിബാദാർ പുസ്കസ് എന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവരുന്നത്.
ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തമാണിതെന്നും തുടക്കകാലത്ത് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്നത് തനിക്ക് ഗുണം ചെയ്യുമെന്ന് ടെസ്ല മനസ്സിലാക്കിയത് കൊണ്ടാകണം പൂർത്തിയാകും മുമ്പ് തന്നെ ഇത്തരം ഒരു കമ്പനിയിലേക്ക് അദ്ദേഹം വന്നു ചേർന്നത്. ശേഷം അവിടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായതിനു ശേഷം അദ്ദേഹത്തെ അവിടുത്തെ ചീഫ് ഇലക്ട്രീഷ്യനായി നിയോഗിക്കുകയും ചെയ്തു. ഈ സമയം അദ്ദേഹം തന്റെ കഴിവുകൾ കൊണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിലെ റിപ്പീറ്ററിലും ആംപ്ലിഫയറിലും ചില മാറ്റങ്ങൾ വരുത്തി അവയുടെ പ്രവർത്തനം വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ കണ്ടെത്തലിന് അദ്ദേഹം പേറ്റന്റ് എടുക്കുകയോ പരസ്യമായി വിശദീകരിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. ടെസ്ലയ്ക്ക് ഒരു മികച്ച ജോലി എന്നതിലുപരി തന്റെ കഴിവുകളെയും അറിവുകളെയും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾക്കായി അദ്ദേഹം അതിയായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ അവസരത്തിലാണ് തിയാദാർ പുസ്കസ് തന്റെ ബന്ധങ്ങൾ വെച്ച് 1882 ടെസ്ലയ്ക്ക് പാരീസിലെ കോണ്ടിനെന്റൽ എഡിസൺ കമ്പനിയിൽ മറ്റൊരു മികച്ച ജോലി നേടിക്കൊടുക്കുന്നത്. ശേഷം അവിടുത്തെ ജോലിയെല്ലാം വളരെയധികം ആത്മാർത്ഥതയോടെ ചെയ്ത ടെസ്ലയെ ഇഷ്ടമായ എഡിസന്റെ മാനേജറായ ചാൾസ് ബാച്ചിലർ 1884 അദ്ദേഹത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തുടർന്ന് ന്യൂയോർക്കിൽ എത്തിയ ഉടൻ തന്നെ അദ്ദേഹം ജോലിയിലും പ്രവേശിച്ചു. പാരീസിൽ ചെയ്തതിന് സമാനമായ ജോലി തന്നെയാണ് അദ്ദേഹത്തിന് അമേരിക്കയിലും ചെയ്യേണ്ടി വന്നത്. എന്നാൽ മോട്ടോറുകളെ പറ്റിയും ജനറേറ്ററുകളെ പറ്റിയും കൂടുതൽ അടുത്തറിയാനും പ്രാക്ടീസ് ചെയ്യാനും സാധിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയാം. ഇലക്ട്രിക്കൽ ഫീൽഡിനോട് വളരെയധികം താല്പര്യമുള്ളത് കൊണ്ട് തന്നെ എഡിസനെ പറ്റി വളരെ നല്ല മതിപ്പായിരുന്നു ടെസ്ലയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഒരു സംരംഭകൻ അല്ലെങ്കിൽ മുതലാളിയുടെ മനോഭാവമായിരുന്നു എഡിസൺ ഉണ്ടായിരുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ടെസ്ലയുടെ അഭിപ്രായങ്ങളെ പുച്ഛിച്ച് തള്ളുകയും ടെസ്ലയ്ക്ക് അമിതമായ ജോലിഭാരം നൽകുകയും ചെയ്തുവന്ന ഒരാളായി എഡിസൺ മാറി. ഇതിനിടയിൽ നിരവധി പ്രോജക്റ്റുകളും എഡിസൺ ടെസ്ലയ്ക്ക് നൽകി വന്നു. ഇതിലൊന്നായിരുന്നു പുതിയ തരം ആർക്ക് ലാമ്പുകളുടെ കണ്ടെത്തലിന് നയിച്ചത്. എന്നാൽ അത് പ്രാക്ടിക്കലായി യൂസ് ചെയ്തില്ല എന്നതായിരുന്നു സത്യം. അതുപോലെ തന്നെ DC ജനറേറ്ററുകളുടെ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തുന്ന ഒരു ടാസ്കും ടെസ്ലയ്ക്ക് അദ്ദേഹം നൽകിയിരുന്നു. ഇത്തരമൊരു ഡിസൈൻ ടെസ്ലയ്ക്ക് കൊണ്ടുവരാനാകില്ല എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ പുതുതായി കൊണ്ടുവരുന്ന ഡിസൈനിന് $50,000 ബോണസായി നൽകാമെന്ന് കമ്പനിയുടെ മാനേജർ ടെസ്ലയ്ക്ക് വാക്കു നൽകി. ഇതിൽ വിശ്വസിച്ച് രാപ്പകൽ അധ്വാനിച്ച് നിരവധി ഡിസൈനുകൾ ടെസ്ല കമ്പനിക്ക് നിർദ്ദേശിച്ചു. തനിക്ക് $50,000 ബോണസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ആ നിമിഷം വരെ ഇരുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട എഡിസൺ പറഞ്ഞത് ഇതെല്ലാം അമേരിക്കക്കാരന്റെ ഒരു തമാശയാണെന്നും ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ടെസ്ലയ്ക്ക് ഇല്ലാതെ പോയി എന്നുമാണ്. അങ്ങനെ വളരെയധികം മോശമായി എഡിസൺ ടെസ്ലയെ കളിയാക്കി. ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു തുക തന്റെ ആശയപരമായ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ക്യാപിറ്റലാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെയധികം ഐഡിയകൾ സ്പോണ്ടേനിയസ് ആയി വരുന്ന ഒരു വ്യക്തിയായിരുന്നു ടെസ്ല. അതുപോലെ തന്നെ പല കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ ആസ്പെക്റ്റുകളും തന്റെ തലച്ചോറിൽ തന്നെ കണക്ക് കൂട്ടുവാനും അതിനെ മനസ്സിൽ വെച്ച് തന്നെ പ്രവർത്തിപ്പിക്കുവാനുമുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. തന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം മറന്നിരുന്നില്ല എന്നതും അദ്ദേഹത്തെ ആശയസമ്പന്നനാക്കി നിലനിർത്തിയിരുന്നു. എന്നാൽ അത്തരം ആശയങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയത്തക്ക പണമൊന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ. അങ്ങനെ തനിക്ക് ഇത്രയും വില തരാത്ത ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ആ സംഭവത്തോടെ കമ്പനിയിൽ നിന്നും രാജിവെക്കുകയാണ്. താൻ മനസ്സിൽ കരുതിയിരുന്ന ഒരാളല്ല എഡിസൺ എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അതോടെ എഡിസനെതിരായി അല്ലെങ്കിൽ തനിക്ക് കഴിയുന്ന രീതിയിൽ ഇതിന് പകപോക്കണമെന്ന ഒരു നല്ല ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ഇതിന്റെ വാശിക്ക് തന്നെ അദ്ദേഹം കമ്പനി വിട്ട ഉടനെ എഡിസന്റെ കമ്പനിയിൽ വെച്ച് താൻ കണ്ടെത്തിയ ആർക്ക് ലൈറ്റിന്റെ പേറ്റന്റ് നേടിയെടുക്കാൻ ശ്രമിച്ചു. ഇതിനായി എഡിസന്റെ കമ്പനിയിൽ പേറ്റന്റിന് അപേക്ഷിക്കുന്ന നിയമവിദഗ്ധനെ തന്നെ ടെസ്ല സമീപിക്കുകയാണ്. അതോടൊപ്പം റോബർട്ട് ലെയ്ൻ, ബെഞ്ചമിൻ വെയിൽ എന്നീ 2 ഇൻവെസ്റ്ററുകളെ കൂടി അദ്ദേഹം കണ്ടെത്തുകയാണ്. ശേഷം ഇവരുടെ 2 പേരുടെ സഹായത്തോടെ ടെസ്ല ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനി എന്നൊരു സ്ഥാപനവും അദ്ദേഹം ആരംഭിക്കുന്നു. തുടക്കം നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്ന കമ്പനിയുടെ ബലത്തിൽ നിരവധി പേറ്റന്റുകൾ ടെസ്ല തന്റെ പേർക്ക് നേടിയെടുക്കുകയായിരുന്നു. ഇതിൽ DC ജനറേറ്ററുകളുടെ ഇംപ്രൂവ്ഡ് വെർഷൻസും ഉണ്ടായിരുന്നു. ശേഷം 1886 ടെസ്ലയുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന മോട്ടോറുകളും ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റിന്റെയും ഐഡിയകൾ തന്റെ ഇൻവെസ്റ്ററിനോട് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. എന്നാൽ അധികമായി അതിലൊരു ഇൻട്രസ്റ്റ് അവർക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാതിയിൽ വെച്ച് കമ്പനിയുടെ നിർമ്മാണ മേഖലയിൽ നിന്നും ഇൻവെസ്റ്ററുകൾ ഒഴിയുകയും വിതരണ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. എന്നാൽ അധികം താമസിക്കാതെ തന്നെ ഈ 2 ഇൻവെസ്റ്റർ പൂർണ്ണമായും കമ്പനി ഉപേക്ഷിക്കുകയും പകരമായി മറ്റൊരു കമ്പനി സ്വതന്ത്രമായി ആരംഭിക്കുകയും ചെയ്തു. താരതമ്യ ഒരു പുതിയ സംരംഭകൻ ആയതുകൊണ്ടും നിക്ഷേപത്തിനായി വൻതുക ഇല്ലാത്തതുകൊണ്ടും കമ്പനിയുടെ സ്റ്റോക്കിന് പകരമായി ടെസ്ല തന്റെ പേറ്റന്റുകൾ കമ്പനിക്ക് നൽകിയിരുന്നു. നിർഭാഗ്യവശാൽ കമ്പനി അവർ ഉപേക്ഷിച്ചതോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന പേറ്റന്റുകളും സ്വത്തുക്കളും എല്ലാം അവരുടെ കൈകളിലായി.
അങ്ങനെ തന്റെ കയ്യിൽ $1 പോലും എടുക്കാനില്ലാത്ത അവസ്ഥയിൽ പോലും തന്റെ ആശയങ്ങളെ കൈവിടാതെ അതിനുവേണ്ടി അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ചു. പലതരം ഇലക്ട്രിക്കൽ കടകളിൽ റിപ്പയർ പണിക്കും അഴുക്കുചാലുകൾ ക്ലീൻ ചെയ്യുന്ന ജോലിക്കും വരെ അദ്ദേഹം പോയിരുന്നു. അതും വെറും $2 വേണ്ടി മാത്രം. അത്രയ്ക്ക് പരിതാപകരമായി മാറി അദ്ദേഹത്തിന്റെ അവസ്ഥ. അങ്ങനെ ഒരു അവസരത്തിൽ തന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്നൊരു തോന്നൽ വരെ അദ്ദേഹത്തിനുണ്ടായി. എന്നിരുന്നാലും സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ടെസ്ല തന്റെ ആത്മവിശ്വാസം വിടാതെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1886 ടെസ്ലയുടെ നൂതന ആശയങ്ങളിൽ ആകൃഷ്ടരായ ബിസിനസ്സുകാരായ ആൽഫ്രഡ് ബ്രൗണും ചാൾസ് പെക്കും ടെസ്ലയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുവാനും പേറ്റന്റുകൾ കൈകാര്യം ചെയ്യുവാനും സമ്മതം അറിയിക്കുകയാണ്. അങ്ങനെ 1887 അദ്ദേഹം ടെസ്ല ഇലക്ട്രിക്കൽ കമ്പനി എന്ന പുതിയ സ്ഥാപനം രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി മാൻഹട്ടനിൽ ഒരു പുതിയ ലബോറട്ടറി സ്ഥാപിക്കുകയും ചെയ്തു. മുന്നത്തെ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രാവശ്യം പേറ്റന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ 1/3 ടെസ്ലയ്ക്ക് നൽകാമെന്ന അഗ്രിമെന്റും അവർ തമ്മിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് തന്നെ പരിമിതികളില്ലാതെ തന്റെ കണ്ടുപിടുത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് ഇപ്രാവശ്യം കഴിഞ്ഞു. അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഹൈലി പ്രൊഡക്റ്റീവായി ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ടെസ്ല തന്റെ മികച്ച കണ്ടെത്തലുകളിലൊന്നായ ഇൻഡക്ഷൻ മോട്ടോർ വികസിപ്പിച്ചെടുക്കുന്നത്. ആ സമയത്ത് ലോകവ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എഡിസന്റെ DC കറണ്ടും അതുപയോഗിക്കുന്ന മോട്ടോറുകളുമായിരുന്നു. എന്നാൽ ഇതിന് വളരെയേറെ ന്യൂനതകൾ ഉണ്ടായിരുന്നു. ദീർഘദൂരം അധികം പവർ ലോസ് ഒന്നും ഇല്ലാതെ വൈദ്യുതി എത്തിക്കുവാനും മെയിൻ്റെനൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കുറഞ്ഞു പ്രവർത്തിക്കുന്ന മോട്ടോറുകൾ നിർമ്മിക്കുവാനും എഡിസന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ കുറവുകൾ നികത്താൻ പാകമായ തരത്തിലായിരുന്നു ടെസ്ലയുടെ കണ്ടെത്തൽ. ശേഷം 1888 പേറ്റന്റ് എടുത്ത ശേഷം ഇതിന്റെ പ്രചാരണത്തിന് ടെസ്ലയുടെ ഇൻവെസ്റ്റേഴ്സ് നിരവധി രീതിയിൽ പരസ്യം നൽകി വന്നു. അതുകൊണ്ട് തന്നെ പതിയെ AC സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടുവന്ന യൂറോപ്പിലും അമേരിക്കയിലും ഈ കണ്ടെത്തൽ പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ചു. അങ്ങനെ ടെസ്ലയുടെ ഈ AC മോട്ടറിനെ പറ്റിയും ഇതിന്റെ സാധ്യതകളെ പറ്റിയും മനസ്സിലാക്കിയ ഫിസിസിസ്റ്റായ വില്യം ആന്റണിയും ഇലക്ട്രിക്കൽ വേൾഡ് മാഗസിന്റെ എഡിറ്ററായിരുന്ന തോമസ് മാർട്ടിനും ചേർന്ന അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇതിനെപ്പറ്റി വിവരിക്കാൻ ഒരവസരം ടെസ്ലയ്ക്ക് നൽകി. ഇതിലൂടെ പ്രശസ്തരായ നിരവധി ശാസ്ത്രജ്ഞർ ഇദ്ദേഹത്തിന്റെ കണ്ടെത്തലിനെ പറ്റി മനസ്സിലാക്കി. അതിൽ വെസ്റ്റിൻഹൗസ് ഇലക്ട്രിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പല എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നു. ടെസ്ലയുടെ ആശയം ബോധിച്ച ഇവർ എത്രയും വേഗം തന്നെ ഈ വിവരം ജോർജ് വെസ്റ്റിൻഹൗസിനെ അറിയിച്ചു. ആൾട്ടർനേറ്റിംഗ് കറന്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്മേൽ മാർക്കറ്റിംഗ് നടത്തുന്ന വെസ്റ്റിൻഹൗസിന് ഇതിനേക്കാൾ നല്ലൊരു അവസരം ലഭിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വെസ്റ്റിൻഹൗസ് ടെസ്ലയുടെ ഇൻവെസ്റ്ററിനോട് അദ്ദേഹത്തിന്റെ AC മോട്ടോറിന്റെയും ട്രാൻസ്ഫോമറുകളുടെയും ലൈസൻസുകൾ കൈമാറുന്നതിനെ പറ്റി ചർച്ചകൾ നടത്തി. ഇതിന് പകരമായി $60,000 പണമായും പിന്നെ കുറച്ച് സ്റ്റോക്കുകളും അവർക്ക് നൽകാമെന്നും ഇതിനു പുറമെ ടെസ്ലയുടെ മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഹോഴ്സ് പവറിനും $2.50 വീതം റോയൽറ്റി നൽകാമെന്ന ഓഫറും വെസ്റ്റിൻഹൗസ് മുന്നോട്ട് വെച്ചു. ടെസ്ലയുടെ ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ല ഒരു ഡീലാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇതെല്ലാം അവർ അംഗീകരിച്ചു. തുടർന്ന് ടെസ്ലയെ ഒരു വർഷത്തേക്ക് വെസ്റ്റിൻഹൗസ് തന്റെ കമ്പനിയിൽ $2,000 മാസ ശമ്പളത്തിന് ഒരു കൺസൾട്ടന്റായി നിയോഗിച്ചു. തുടക്ക സമയത്ത് വളരെ നല്ല രീതിയിൽ അവിടെ പരീക്ഷണം നടത്താൻ ടെസ്ലയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും തുടർന്ന് കമ്പനിയിലെ നിരവധി ശാസ്ത്രജ്ഞന്മാരായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. എന്നിരുന്നാലും മികച്ച പ്രകടനം തന്നെ ടെസ്ലയ്ക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ സമയത്ത് ടെസ്ലയുടെ ACയും എഡിസന്റെ DCയും തമ്മിൽ വ്യാവസായികവും ആശയപരമായി നിരവധി ക്ലാഷുകൾ ഉണ്ടാവുകയാണ്. എഡിസൺ തന്റെ DC കറണ്ടാണ് ഏറ്റവും മികച്ചതെന്നും ടെസ്ലയാകട്ടെ തന്റെ AC കറണ്ടാണ് ഏറ്റവും മികച്ചതെന്നും വാദം മുന്നോട്ട് വെച്ചു. ഇത് ചേർന്നുള്ള ക്യാമ്പയിനുകൾക്കും AC ആണോ DC ആണോ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നതിലേക്കുള്ള ഒരു മത്സരത്തിലേക്ക് നയിച്ചു. ഇതിനെയാണ് പിന്നീട് വാർ ഓഫ് കറണ്ട് എന്ന് അറിയപ്പെട്ടത്. ടെസ്ലയുമായുള്ള കരാറിന് ശേഷമുള്ള 2ാമത്തെ വർഷം വെസ്റ്റിൻഹൗസിന്റെ കമ്പനി ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽപ്പെട്ട് നിരവധി പ്രതിസന്ധിയിൽ എത്തപ്പെടുകയാണ്. ആ സമയത്ത് അത്യാവശ്യമില്ലാത്ത എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെക്കുവാൻ വെസ്റ്റിൻഹൗസ് നിർബന്ധിതനാകുകയാണ്. ഇതിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്ന് ടെസ്ലയ്ക്ക് നൽകേണ്ടിയിരുന്ന റോയൽറ്റി ആയിരുന്നു. ആ സമയത്ത് ഇൻഡക്ഷൻ മോട്ടോറിന്റെ പ്രവർത്തനം വളരെ വിരളമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടി ഏകദേശം $15,000 വർഷം തോറും കൊടുക്കേണ്ട അത്ര പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ശേഷം വെസ്റ്റിൻഹൗസ് തന്റെ നിസ്സഹായത ടെസ്ലയോട് പറയുകയും കരാറിനെ പറ്റി പുനരാലോചിച്ചില്ലെങ്കിൽ കമ്പനിയുടെ നിയന്ത്രണം വെസ്റ്റിൻഹൗസിന് നഷ്ടപ്പെടുകയും ഇത് ടെസ്ലയുടെ ഭാവി മൊത്തത്തിൽ അപകടത്തിലാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വിവരിച്ചു. AC മോട്ടോർ ടെക്നോളജിയിൽ വെസ്റ്റിൻഹൗസിന്റെ പിന്തുണ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും തന്നെ ഇത്രത്തോളം പ്രശസ്തനാക്കിയതും തന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഇത്രയേറെ പ്രചാരണത്തിന് കാരണമായതും തന്റെ സുഹൃത്തായ വെസ്റ്റിൻഹൗസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ബന്ധത്തിനിടയിൽ പണം ഒരു തടസ്സമാരുതെന്ന് കരുതി ടെസ്ല അദ്ദേഹവുമായുള്ള റോയൽറ്റി പേയ്മെന്റ് അദ്ദേഹത്തെ മുന്നിൽ വെച്ച് തന്നെ കീറിക്കളഞ്ഞു. അതുവഴി തന്റെ റോയൽറ്റി പേയ്മെന്റുകൾ എല്ലാം തന്നെ ഒഴിവായി. ഒരു പക്ഷേ ടെസ്ല അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായി അദ്ദേഹം മാറിയേനെ. എന്നിട്ടും
പണത്തെക്കാളേറെ സൗഹൃദത്തിന് അദ്ദേഹം വില കൽപ്പിച്ചു. ശേഷം സാമ്പത്തികമായി മെച്ചപ്പെട്ടതിനെ തുടർന്ന് 6 വർഷത്തിന് ശേഷം ജനറൽ ഇലക്ട്രിക്കിനുമായുള്ള പാറ്റന്റ് ഷെയറിംഗ് കരാറിൽ നിന്നും ടെസ്ലയുടെ AC മോട്ടോറുകളും ട്രാൻസ്ഫോമറുകളുമായി ബന്ധമുള്ള എല്ലാ പാറ്റന്റുകളും വെസ്റ്റിൻഹൗസ് $2,16,000 വാങ്ങിയെടുത്തു. ശേഷം 1889 തന്റെ പേറ്റന്റുകളിൽ നിന്ന് ലഭിച്ച റോയൽറ്റികളിൽ നിന്നും ടെസ്ലയ്ക്ക് വലിയൊരു സമ്പാദ്യം വന്നു ചേർന്നു. ഇത് വെച്ച് മാൻഹാട്ടനിൽ പുതിയൊരു ലബോറട്ടറി അദ്ദേഹം തുടങ്ങുകയും നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇതിനായി നിരവധി സ്റ്റാഫുകളെ പോലും അദ്ദേഹത്തിന് നിർത്തുവാൻ കഴിഞ്ഞു. ഇതുവഴി നിരവധി പേറ്റന്റുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ ടെസ്ലയുടെ പ്രശസ്തി ലോകവ്യാപകമായി പടർന്നു. പല കണ്ടെത്തലുകളും ഉടനടി തന്നെ ലോകശ്രദ്ധ നേടിയെടുത്തു. ഇതിനിടയിൽ വെസ്റ്റിൻഹൗസിന്റെ കമ്പനിയുടെ പേറ്റന്റുകൾ വെച്ച് നിരവധി മാറ്റങ്ങൾ AC ജനറേറ്ററുകളിൽ അവർ നിർമ്മിച്ചു. അങ്ങനെ 1893 ചിക്കാഗോയിൽ വെച്ച് നടന്ന വേൾഡ്സ് കൊളംബിയൻ എക്സ്പോസിഷനെ വൈദ്യുതീകരിക്കാൻ ഒരവസരം വെസ്റ്റിൻഹൗസിന്റെ കമ്പനിക്ക് ലഭിക്കുകയാണ്. ഈ അവസരത്തിൽ AC മോട്ടോറുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം അദ്ദേഹം ടെസ്ലയ്ക്ക് നൽകി വന്നു. ഇതിലൂടെ ടെസ്ലയുടെ കണ്ടെത്തലുകളും AC പവർ സപ്ലൈയുടെ ഗുണങ്ങളും ലോകം മുഴുവൻ പ്രചരിച്ചു. ഇതിനുശേഷമാണ് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഒരു പദ്ധതി 1893 ടെസ്ലയുടെയും വെസ്റ്റിൻഹൗസിന്റെ കമ്പനിയുടെയും മുന്നിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ലോകത്തിലെ ആദ്യ ലാർജ് സ്കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് പദ്ധതി അവർ ഒന്നിച്ച് നടപ്പിലാക്കി. അങ്ങനെ സമയങ്ങൾ കടന്നുപോകെ ടെസ്ലയും നിരവധി കണ്ടെത്തലുകൾ ഈ സമയത്തിനുള്ളിൽ നടത്തിവരികയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ തന്റെ ലാബുകളിലൊന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ അഗ്നിക്കിരയാവുകയാണ്. പലരും ഇന്നും കരുതുന്നത് എഡിസന്റെ കൈകളാണ് ഇതിന് പിന്നിലെന്നാണ്. ഇതിലൂടെ ടെസ്ലയ്ക്ക് നിരവധി കണ്ടെത്തലുകളും പരീക്ഷണങ്ങളുമെല്ലാം നഷ്ടപ്പെടുകയാണ്. എന്നിരുന്നാലും ആത്മവിശ്വാസം കൈവിടാതെ അദ്ദേഹം മറ്റൊരു ലാബിലേക്ക് മാറി വീണ്ടും പരീക്ഷണങ്ങൾ തുടർന്നു. ഇതിനുശേഷമാണ് ചരിത്രപരമായ പല കണ്ടെത്തലുകളും അദ്ദേഹം നടത്തുന്നത്. എക്സ്റേയുടെ കണ്ടെത്തലും റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ ബോട്ട് പ്രവർത്തിക്കുന്നത് പോലുള്ള നിരവധി കാര്യങ്ങൾ ഇദ്ദേഹം ഈ സമയത്താണ് കണ്ടെത്തിയത്. പല കാര്യങ്ങളും ആളുകൾക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമാകുന്ന തരത്തിലാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു മാന്ത്രികനെ പോലെയാണ് അദ്ദേഹത്തെ പലരും ചിത്രീകരിച്ചിരുന്നത്. ശേഷം വയർലെസ് എനർജിയുമായി ബന്ധപ്പെട്ട നിരവധി പരീക്ഷണങ്ങൾ അദ്ദേഹം ചെയ്യുകയും പലതരത്തിലുള്ള വൻ പദ്ധതികളും ചെയ്യാൻ തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം ഇൻവെസ്റ്റർമാരിൽ ചിലർ ഭാഗ്യമായ ചില പ്രലോഭനങ്ങളെ തുടർന്ന് പിന്മാറുകയും ചെയ്തു. ഇത് കാരണം പലതും പാതി വഴി ഉപേക്ഷിക്കേണ്ടതുമായും അദ്ദേഹത്തിന് വന്നു. അതേസമയം തന്നെ പേറ്റന്റുകളുമായി ബന്ധപ്പെട്ട നിരവധി നിയമപരമായ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇതെല്ലാം കാരണം സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. പിന്നീട് സാമ്പത്തികമായി മെച്ചപ്പെടാതിരുന്നതിനെ തുടർന്ന് ഇതുപോലുള്ള പല ഹോട്ടലുകളിലും മാറി മാറി അദ്ദേഹത്തിന് ജീവിക്കേണ്ടതായും വന്നു. പലതിനും അദ്ദേഹം ബില്ലുകൾ പോലും കൊടുത്തിരുന്നില്ല എന്നതാണ് സത്യം. ഇങ്ങനെ മാനസികമായി തളർന്ന ടെസ്ലയ്ക്കുണ്ടായിരുന്ന ആകെയുള്ള ഒരു ആശ്വാസം പാർക്കിലെ പ്രാവുകളായിരുന്നു. ഇതിലൊരു പ്രാവ് സ്ഥിരമായി ടെസ്ലയുടെ ഹോട്ടൽ റൂം സന്ദർശിക്കുകയും ഇതിനെ ടെസ്ല $2,000 ചിലവാക്കി ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു എന്നും പറയപ്പെടുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിന്ന സമയത്ത് പോലും മറ്റുള്ള ജീവികളെ സഹായിക്കാൻ മനസ്സ് കാട്ടിയിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. പണത്തെക്കാളേറെ മാനവരാശിക്ക് തന്നാലാകും വിധം സഹായം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതായിരുന്നു ടെസ്ലയുടെ ഒരേ ഒരു ആഗ്രഹം. ഇതിനാലായിരുന്നു ലോകത്തിലെ എല്ലാവർക്കും ഫ്രീ എനർജി എന്നൊരു കോൺസെപ്റ്റുമായി അദ്ദേഹം മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ തന്റെ വാർദ്ധക്യാവസ്ഥയിലും നിരവധി കണ്ടെത്തലുകൾ അതിനുവേണ്ടി അദ്ദേഹം നടത്തിയിരുന്നു. ഇങ്ങനെയുള്ള കണ്ടെത്തലിൽ പലതും മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ളതായിരുന്നു. ഇതിൽ ചിലത് മാനവരാശിക്ക് തന്നെ വൻ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കെൽപ്പുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ അത് നശിപ്പിക്കുകയുണ്ടായി എന്നും പറയപ്പെടുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. ടെസ്ലയുടെ അവസാന നാളുകൾ വളരെയധികം പരിതാപകരമായിരുന്നു. ഹോട്ടലുകളിൽ പണം അടയ്ക്കാൻ പോലും കഴിയാതെ വന്ന അദ്ദേഹത്തിന് അവസാനം വെസ്റ്റിൻഹൗസ് ആണ് ഹോട്ടലുകളിലെ ബില്ലുകൾ പോലും അടച്ചിരുന്നത്. അങ്ങനെ സ്ഥിരമായി പോകുന്ന പാർക്കിൽ വെച്ച് തന്റെ 81ാം വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. എല്ലുകൾ പൊട്ടുന്ന തരത്തിലുള്ള കാര്യമായ പരിക്കേറ്റെങ്കിൽ പോലും അദ്ദേഹം ഡോക്ടറെ കാണാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ 1943 ജനുവരി 7 തന്റെ 86ാം വയസ്സിൽ ഹോട്ടൽ ന്യൂയോർക്കറിൽ വെച്ച് ആരോരും അറിയാതെ ഹൃദയാഘാതം മൂലം അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നത് വരെ അവഗണനകൾ മാത്രം നിറഞ്ഞ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. മരിച്ചതിന് ശേഷവും ഇത് തുടർന്നു എന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്നും ടെസ്ല എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പലർക്കും കാറുകളായിരിക്കും. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എഡിസണും ഐൻസ്റ്റീനും എന്നുമായിരിക്കും. എന്നാൽ അദ്ദേഹത്തിനെ അറിയാവുന്ന ആരും ഒരിക്കൽ പോലും ടെസ്ല എന്ന പേര് പറയാതെ ഒരു സാഹചര്യം കാണത്തില്ല എന്ന് ഉറപ്പാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിക്കോള ടെസ്ലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. നമ്മൾ ഉപയോഗിക്കുന്ന ബൾബ് മുതൽ നമ്മുടെ സെൽഫോൺ വരെ
ടെസ്ല എന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് 20-ാം നൂറ്റാണ്ടിനെ കണ്ടെത്തിയ മനുഷ്യനെന്ന് ലോകം അദ്ദേഹത്തെ വാഴ്ത്തുന്നത്.